ദിലീപേട്ടൻ. ഒരു കാലഘട്ടത്തിൽ പ്രൊഡ്യൂസർക്ക് ഒരു മിനിമം ഗ്യാരണ്ടി കൊടുത്തിരുന്നൊരു നടൻ. ഒരുവിധം തരക്കേടില്ലാത്തൊരു ചിത്രമാണെങ്കിൽ തീർച്ചയായും അത് ഒരു 50-100 ദിവസം ഓടിക്കാൻ കെൽപ്പുള്ള നടൻ. ഫാമിലി പ്രേക്ഷകരുടെ കണ്ണിലുണ്ണി. സ്ത്രീകൾ ദിലീപിൻ്റെ പടമാണെങ്കിൽ ഓക്കെ കയറിയേക്കാം കണ്ടേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു നടൻ. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ദിലീപ് സിനിമകൾക്ക് വേണ്ടത്ര ജനപ്രീതി നേടാൻ സാധിക്കുന്നില്ല. എന്നാൽ ദിലീപ് എന്ന നടൻ ഒരു പുതിയ ചിത്രമായി വരുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഇന്നും കേരളത്തിലുണ്ട്. അവരുടെ മുന്നിലേക്കാണ് ഷാരിസ് മുഹമ്മദ് എഴുതി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ദ ഫാമിലി വന്നിരിക്കുന്നത്. ചിത്രം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ഒന്നുമല്ല, പക്ഷേ നമുക്ക് ഉള്ളു തുറന്ന് ചിരിക്കാവുന്ന, നമ്മൾ ആ സമയം പോകുന്നത് അറിയാതെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു ഭംഗിയുള്ള ഫസ്റ്റ് ഹാഫ്. അതിൽ വരുന്നൊരു പ്രണയമെല്ലാം വളരെ ഭംഗിയായി കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ സ്പോയിലറായി പോകും എന്നുള്ളത് കൊണ്ട് മാത്രം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വളരെ ഭംഗിയായിട്ടുണ്ട്. നമ്മൾ സിനിമ കാണുമ്പോൾ ശരിക്കും അത് എൻജോയ് ചെയ്യും. ചില ഭാഗങ്ങളൊക്കെ ഞാൻ പൊട്ടി തന്നെ ചിരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സ് തുറന്ന് ചിരിക്കാൻ സാധിക്കുന്ന ഒരു ദിലീപ് ചിത്രം കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും ഞാൻ പ്രിൻസും ഫാമിലിയുമായി നല്ല കണക്റ്റായി എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതിലെ ആ വിഷമങ്ങളും നൊമ്പരങ്ങളും എല്ലാം എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സിനിമ അവസാനിക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെയോ നമ്മൾ കണ്ടു മറന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരുമായി ഇതിൽ സാമ്യം തോന്നിയേക്കാം. ചിലപ്പോൾ അത് നമ്മൾ തന്നെയായിട്ട് നമുക്ക് തോന്നിയേക്കാം. സിനിമയിൽ എടുത്തു പറയേണ്ട ഒരുപാട് ക്യാരക്ടർ ഉണ്ടെങ്കിലും നായിക അത് വിട്ടുകളയാൻ പാടില്ലാത്ത ഒന്നാണ്. അവരുടെ ആദ്യത്തെ ചിത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ അസാധ്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ. നമ്മളിലേക്ക് ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. എവിടെയൊക്കെ നമുക്ക് കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും നമുക്ക് പിന്നീട് അത് മനസ്സിലാവും ആ ക്യാരക്ടർ അത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഭംഗിയായി തന്നെ നമുക്ക് ആ ക്യാരക്ടറിൻ്റെ ഇമോഷനും എല്ലാം നമുക്ക് ശരിക്കും തീർച്ചയായും നമ്മളിലേക്ക് എത്തിക്കാൻ ആ നായികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെടുത്തു പറയേണ്ടത് അന്നയെയും മമ്മിയെയാണ്. നിങ്ങളത് കണ്ടു നോക്കൂ, നിങ്ങളവരെ മറക്കില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ദിലീപ് ചിത്രം എന്നൊന്നും എനിക്കിതിനെ അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ ദിലീപ് എന്ന നടനിൽ നിന്ന് വന്ന ഒരു നല്ല ചിത്രമാണിത്. നല്ല സിനിമകൾ എന്നും തിയേറ്ററിൽ വിജയിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. അടുത്ത സിനിമയുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ആശിഷ് ബാബു സൈനിങ് ഓഫ്. താങ്ക് യു.